ഈ പണ്ടൊക്കെ നമ്മൾ ഈ ഓണപ്പൂടുമ്പേ നമ്മളെ വീടിന്റെ പരിസരത്തുള്ളൊക്കെ ചെടിയൊക്കെ ചെറിയ ചെറിയ പൂവൊക്കെ പറിച്ച് അങ്ങനെയാണല്ലോ ഇടാ. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോകേണ്ട സിറ്റുവേഷൻ, ഇപ്പൊ വീടുകളിൽ പൂക്കൾ പോലും ഇല്ല. എങ്ങനെയായിരുന്നു ആ പണ്ടത്തെ പൂക്കളിടല്? അല്ല, പണ്ടൊക്കെ ഞാനൊക്കെ എന്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 ആൺമക്കളാണെങ്കിലും എന്റെ വീട്ടിലൊക്കെ കളവിട് വരുന്നു. അത് ഞങ്ങളുടെ വീടിന്റെ ഒക്കെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കാക്കപ്പൂ, തുമ്പപ്പൂ, അപ്പൊ കറുപ്പും വെളുപ്പുമായി. പിന്നെ അങ്ങനെയുള്ള നമുക്ക് പുറത്തുനിന്ന് അന്ന് എനിക്ക് പൂ വിൽപ്പനയൊക്കെ അന്ന് കുറവായിരുന്നു. അത് തന്നെ നമ്മൾ വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ല, കാരണം ഇഷ്ടംമാരെ ലാൻഡുകൾ ഇങ്ങനെ കിടക്കല്ലേ. ഇപ്പൊ നമുക്ക് എറണാകുളത്തൊന്നും സ്ഥലമില്ല. നമ്മളൊക്കെ നേരത്തെ ഒക്കെ പൂക്കളം ഇട്ടിരുന്നത് പറമ്പിലത്തെ പൂവൊക്കെ പറിച്ച് തന്നെയാണ് വീട്ടിൽ. അത് തന്നെയല്ല വേറെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് പൂ കൂടുതലുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുക്കും, അവിടെ നിന്ന് തരും നമുക്ക് ഇല്ലാത്തത്. അങ്ങനെയൊക്കെ ഒരു ഇതാ. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാറ്റിലൊക്കെ അല്ലേ പരിപാടി. പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇവരുടെ വീട്ടിലൊക്കെ എപ്പോഴും അല്ലേ ഞാൻ കാണാറുണ്ട്, അതായത് ഞങ്ങള് പൂക്കളൊക്കെ ഇട്ടാണ് ആഘോഷിക്കുന്നത്. ബിജു പറഞ്ഞ പോലെ തന്നെ പണ്ട് നമ്മൾ കാശ് കൊടുത്ത് പൂ മേടിക്കരുതായിരുന്നു. അപ്പൊ കാശ് കൊടുത്ത് പൂ മേടിച്ചിട്ടാണ് പൂക്കളിടണമെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലേക്ക് എത്തി. അല്ല, കാശ് കൊടുത്താലും എനിക്ക് തോന്നുന്നത് ഈ മഞ്ഞ, വെള്ള, ഈ ഒരു 4 കളറേ കിട്ടുള്ളൂ. എല്ലാ വീട്ടിലും ഈ ഒരു പൂക്കളാണ്, ഈ 4 കളർ. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു, പല കളറുകൾ ഉണ്ടായിരുന്നു. ഇലകൾ ചെത്തി, ചീരയുടെ ഇല, അങ്ങനെ ഗ്രീൻ, അങ്ങനെയുള്ള കുറെ ഇലകളൊക്കെ വെട്ടി പിന്നെ കിട്ടാവുന്ന പൂവുകളൊക്കെ വെച്ച് ഒക്കെയാണ് ചെയ്യണത്. ഇപ്പൊ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ എല്ലാ വലിയ പൂച്ചുകളിടും. ഈ കോമ്പറ്റീഷനാണ് ഏറ്റവും കൂടുതൽ ഉപ്പ് വെച്ച് കളറുന്നത്. പക്ഷെ ഈ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കളയുമ്പോ ഓർക്കുമ്പോ ഒരു വിഷമം വരും, പൈസ ചെലവാക്കിയല്ലോ എന്നൊരു ഇതായിട്ട് വരും. അല്ല, നമ്മള് നേരത്തെ അത്തം തൊട്ട് 10 ദിവസമുള്ള നമ്മുടെ ഓണം ആഘോഷിക്കണത്. ഈ അത്തം തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളിൽ 10 ദിവസം കളം മാറ്റി മാറ്റി നമ്മൾ ഇടും. അത്തത്തിന് ഒരു കളമാണ് ശരിക്കും പറഞ്ഞാല്. അത്തത്തിന് ഒരു കളം, അത്തം ചിത്തിരക്ക് ഒരു കളം, അങ്ങനെ മൂലത്തിന് ഇങ്ങനെ മൂല ആയിട്ടുള്ള ഇങ്ങനെ ത്രികോണം അല്ലെങ്കിൽ നക്ഷത്രം പോലെ മൂല വേണം അതിന്. അങ്ങനെ ഓരോ ഐതിഹ്യങ്ങളുണ്ട്. ഇത് നിസ്സാരമൊന്നുമല്ല, കിട്ടുന്ന പൂ എടുത്ത് വലിച്ചെറിഞ്ഞാ പോരാ, ഒരു നിയമങ്ങളുണ്ട് ഇതിന്. ഇപ്പൊ പിന്നെ ഡിസൈൻ ആണല്ലോ, ഓരോ ലോഗോ ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്ത്. ഇപ്പൊ ദുൽഖറിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ആൾക്കാര്, അല്ലെങ്കിൽ വിജയുടെ ഫോട്ടോ രജനീകാന്ത് പറയുന്നത്. അല്ല, അന്നൊക്കെ ആദ്യത്തെ ദിവസം 1, പിന്നത്തെ 2 അങ്ങനെയായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ. അല്ല, ഇതൊന്നും ശരിക്കും പറഞ്ഞ പഴയ ആളുകൾക്ക് നമ്മള് വീണ്ടും ഞാൻ തന്നെ കൊണ്ടുപോകും പഴയെന്ന് പറഞ്ഞുകൊണ്ട്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴായിരുന്നു. അല്ല, പഴയ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ 10 ദിവസം 10ാമത്തെ ദിവസം ഭയങ്കര പാടാ, 10 ഒപ്പിക്കണമല്ലോ. ക്രമത്തിൽ ഇങ്ങനെ വലുതാക്കി 10 നമ്മളത് 10ാമത്തെ ദിവസം ഒരെണ്ണം സെന്ററിൽ ഇട്ടിട്ട് ബാക്കി ഇങ്ങനെ ചുറ്റൂടായിരുന്നു 10 ദിവസത്തെ. അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. ഫോളോ ചെയ്യാറുണ്ടോ? ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഫോളോ ചെയ്യണത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ അത്തം, ചിത്ര, ജ്യോതി അങ്ങനെ നമുക്കാണെങ്കിൽ തലേ ദിവസം പൂ പറിച്ച് നമ്മുടെ സ്ഥലത്ത് നിന്ന് തന്നെ പൂവൊക്കെ പറിച്ച് അന്നത്തെ സമയത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഓണത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ ഓണത്തിന് മാത്രമേ ഉള്ള പരിപാടിയൊക്കെ ഉള്ളൂ തോന്നുന്നു. ഈ ആരെ ഈ പൂവിടാനും വരക്കാനൊക്കെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്? അമ്മയാണ് ഇവിടെ. പൊതുവെ പിള്ളേരാണല്ലോ അമ്മ പൂവിടും. ഇവിടെ പാറുവാണ് പൂടുന്നത്. പക്ഷെ ഞാനാണ് ഓണത്തിന്റെ അന്ന് ഇതുപോലെ വലിയ കളവിടും ഞാൻ വീട്ടില്. ഞാനില്ലെങ്കിൽ അനിയും വരും. അനിയൻ നന്നായിട്ട് വരച്ച് നല്ല അടിപൊളി ഇത്രയും വലിയ കളവിടും വീട്ടില്. അത് ഓണത്തിന്റെ അന്ന് മാത്രം. അല്ലെങ്കിൽ ഞാൻ രാത്രി ഒരു അന്ന് നൈറ്റൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ വൈഫ് അവളൊക്കെ എല്ലാവരും അങ്ങനെ ആയിരിക്കുള്ളൂ, കിച്ചണിലായിരിക്കും. ഞാനൊരു 12:30 ആകുമ്പോ ഇറങ്ങും, തുടങ്ങും കളം, ഒരു 10 കളം വരച്ച് ചീത്തയാവും. അങ്ങനെ നമ്മളൊരു ആഘോഷമാണല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഓണസദ്യ റെഡി ആയിട്ടുണ്ട്. തുടങ്ങി കഴിഞ്ഞു, എല്ലാരും ഇതാണ് നമ്മുടെ ഓണസമ്മാനം അല്ലേ? അതെ, ഇതാണ് ഓണസമ്മാനം. എന്തായാലും ഗംഭീരമായിട്ട് ആവശ്യമില്ലാതെ സ്പൂൺ റൈസോ ഇതൊക്കെ നടത്തിച്ചിട്ട് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇവള് വിചാരിച്ച് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഞങ്ങള് കരുതി മറ്റേ സ്വർണ്ണ നാണയമൊക്കെ എഴുതി. പക്ഷെ ഇതാണ്ടാ സ്വർണ്ണ നാണയത്തിലും ഗ്രാൻഡ് 1 2 3 4 5 6 7 8 9 10 11 കറികൾ. അടിപൊളി. ഇതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള കറി ഏതാ? എനിക്ക് അവിയല് ഭയങ്കര ഇഷ്ടമാണ്. അവിയല്, പിന്നെ സാമ്പാർ ഇഷ്ടമാണ്. പിന്നെ ഇത് വീട്ടിലെപ്പോഴും വെക്കാറില്ല, ഈ പരിപ്പ്. അങ്ങനെ ഇത് പരിപ്പ് എപ്പോഴും പരിപ്പാണ് വീട്ടില്, പക്ഷെ ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ടുള്ള പരിപ്പ് വെക്കാറില്ല. ഇതൊരു സെപ്പറേറ്റ് സാധനമാണ്. കണ്ട? അതെ, ആദ്യം പരിപ്പ് ഒഴിച്ച് കഴിക്കണം എന്നാ തിരുവനന്തപുരം സ്റ്റൈലില്. ചേട്ടന്റെ ഫേവറേറ്റ് എന്താ സദ്യയില്? സദ്യയിലാണെങ്കിൽ ഇഞ്ചി കറിയാണ് ഏറ്റവും ഇഷ്ടം. ഇഞ്ചിക്കറി അല്ലെങ്കിൽ ചാളക്കറിയോ
ഞങ്ങൾക്ക് സദ്യയിലും നോൺ വെജ് വേണം. കണ്ണൂരൊക്കെ അങ്ങനെയാ, ഞങ്ങൾക്ക് സദ്യയുടെ സൈഡിൽ നോൺ വെജ് വേണം. നമ്മുടെ വീട്ടിലൊരു മീനിന്റെ മണം വേണം. ഇത് നമ്മുടെ ഒരു അല്ല, അത് ഇവിടെ ധർമ്മന്റെ വീട്ടിൽ മാത്രമല്ല, നമ്മളെ എറണാകുളത്തൊക്കെ എല്ലാവരും അല്ല പറഞ്ഞത്. പക്ഷെ മീനൊക്കെ കിട്ടാവുന്ന കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്ന സംഭവം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ. ഇവിടെ ഓണത്തിന് സദ്യയോട് നോൺ ഉണ്ടാവും. ഞങ്ങക്ക് ഇവിടെ നോൺ ഉണ്ടാവൂല. ഇത് ഓണസദ്യക്ക് തിരുവോണ സദ്യക്ക് ഒരിക്കലും ഈ എറണാകുളത്തോട്ട് വടക്കൻ ജില്ലകൾ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാല് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നോൺ വെക്കൂല തിരുവോണത്തിന്. പിറ്റേ ദിവസം ഞങ്ങൾ ചിലപ്പോൾ ചെക്കനും മേടിക്കും, ആട് മേടിക്കും, എല്ലാം മേടിക്കുമല്ലോ. പക്ഷെ നിങ്ങളുടെ അവിടെയൊക്കെന്ന് പറഞ്ഞാല് തിരുവോണത്തിനും നോണാണ് അല്ലേ? അതെ, സൈഡിലൊരു നമുക്കൊരു നോൺ വേണം, എന്നാലേ സദ്യ അങ്ങ് പൂർണ്ണാവും. അപ്പൊ എല്ലാരും ആസ്വദിച്ച് കഴിക്കാം. അതായത് ഞങ്ങൾ സ്റ്റേജ് കലാകാരന്മാരായതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ഈ സ്റ്റേജ് ചെല്ലണക്ക് മുമ്പ് അമ്പലത്തിലായിരിക്കും പരിപാടി. അപ്പോൾ അമ്പലത്തിൽ രാവിലെ ഉണ്ടാക്കി വെച്ച സാമ്പാറും ഇതൊക്കെ ആയിരിക്കുള്ളൂ. അന്നദാനത്തിൻ്റെ ബാക്കി ഫുഡായിരിക്കും ഞങ്ങൾക്ക് തന്നത്. അവിടെ ഒന്നും നോൺ വെജും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇത് കഴിച്ചോളണം, അതൊരു നിർബന്ധമാണ് എന്ന് പറഞ്ഞ പോലെയാണ് പരിപാടിക്കാർ വരിക. അപ്പം എന്നെ വിചാരിക്കുന്ന ആർക്കും അറിയാനൊന്നും പാടില്ലല്ലോ. അന്നത്തെ കാലഘട്ടത്തിലൊന്നും ആർക്കും അറിയില്ല. അന്ന് പറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിക്കാൻ വേണ്ടി പറയണ ഒരു കാര്യമുണ്ട്. കലാഭവൻ മണിയും നാദൃഷയും അതുപോലെ തന്നെ ജയറാമൊക്കെ ഇത് കഴിച്ചിട്ടാണ് വളർന്നത്. എന്നാ താഴെ കുറച്ചുകൂടി പോരട്ടെ എന്ന് പറയും. നമ്മൾ ഒരുപാട് ചാനലിലൊക്കെ ഓണപരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നിലും വീട്ടിൽ വന്ന് ചെയ്യും, നേരത്തെ സിനിമയിലൊക്കെ വന്ന സമയത്ത് ചാനലിലൊക്കെ ഒന്നിലും വീട്ടിലൊക്കെ വന്ന് ചെയ്യും, അങ്ങനെയാണ് പോയിരുന്നത്. പിന്നെ ഓണത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് ഞാൻ തിരക്കാരുന്ന സമയത്തൊക്കെ ഷൂട്ടിംഗ് സ്ഥലത്തായിരിക്കും നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. പക്ഷെ ചാനലിന് ഞാൻ കുറേ ചാനലിൽ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ചാനലിൻ്റെ കീഴിൽ ഓണ പരിപാടി നടത്തി കഴിഞ്ഞിട്ട് ഒരു ഓണ സദ്യ കഴിക്കണത് ഞാൻ കൗമുദി ചാനലിലൂടെ ഉണ്ട്. സത്യമാണ്. അതിപ്പോൾ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതും ഗംഭീര സദ്യ, അടിപൊളി, നല്ല അടിപൊളി സദ്യ. ഇവര് നേരത്തെ പറയുകയും ചെയ്തു ശല്യമാവും ഞങ്ങൾ കഴിക്കണത്. ഇല്ല, അങ്ങനെയാണെങ്കിൽ പുറത്തു പോയിട്ട് സംസാരിച്ചിട്ടും പറയണ. അപ്പൊ എന്താണ് പ്രേക്ഷകരോട് ഓണം സന്ദേശമായിട്ട് കൊടുക്കാനുള്ളത്? അപ്പൊ സന്ദേശം എന്ന് പറയാനായിട്ട് എല്ലാവരും കൊടുക്കണ പോലെ തന്നെ ഞങ്ങളെയൊക്കെ എല്ലാവരും ഇവിടെ വിളിച്ച് ക്ഷണിച്ച് വരുത്തി ഒരു നല്ലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത നമ്മുടെ കൗമുദി ടിവിക്കും അതുപോലെ കൗമുദി ഓൺലൈനിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എൻ്റെയും ധർമ്മേൻ്റെ പറഞ്ഞോളും, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ലോക മലയാളികൾക്ക് എവിടെയുള്ള മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും മലയാളികൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ, ഈ ഓണാഘോഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങളായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ്. പ്രളയം വരുന്നു, കൊറോണ വരുന്നു, ഞങ്ങൾക്ക് പരിപാടിയില്ല, ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ പട്ടിണിയാവുന്നു. അങ്ങനത്തെ കുറേ കാലഘട്ടങ്ങളിലൂടെ നടന്നുപോയി. ഇപ്പോൾ ഒരു വയനാട് ദുരന്തവും കൂടി വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഓണപ്പരിപാടികൾ ഒന്നുമില്ല. അപ്പോൾ ആകെയുള്ളൊരു ഓണപ്പരിപാടി തന്ന് സമ്മാനിച്ച കൗമുദി ടീമിക്കും എല്ലാ ക്രൗഡിനും എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും ഒരുപാട് നന്മയുള്ള ഒരു ഓണം നേരുന്നു. നന്നായി വരട്ടെ, ആശംസകൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.